ആ സബ്ജക്റ്റുകളും ഒരേ രൂപത്തിലൊന്നും ഉടനെ നടപ്പിലാക്കാൻ പറ്റില്ല. അവിടെ ഈ വർഷം 8ാം ക്ലാസ് ആണ് നടപ്പിലാക്കുന്നത്, അടുത്ത വർഷം 9ാം ക്ലാസ്, അതിന്റെ അടുത്ത വർഷം 10ാം ക്ലാസ്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഈ ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ വർഷം സബ്ജക്റ്റിലും 8ാം ക്ലാസ് നടപ്പിലാക്കും. ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് ഏതെങ്കിലും സബ്ജക്റ്റിൽ മാർക്ക് കുറഞ്ഞാൽ ആ കുട്ടിയെ തോൽപ്പിക്കുകയല്ല ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ കുട്ടിക്ക് ഒരു മാസക്കാലമോ അല്ലെങ്കിൽ ആവശ്യമുള്ള സമയം എടുത്തുകൊണ്ടുള്ള ഒരു റീ ഓറിയന്റേഷൻ ക്ലാസ് കൊടുത്ത ശേഷം വീണ്ടും പരീക്ഷ എഴുതി അയാൾ അടുത്ത ക്ലാസ്സിലേക്ക് കയറ്റിവിടും. കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്ന പോലെ കുട്ടികളെ തോൽപ്പിക്കുക എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നയം അല്ല. മറ്റൊരു കാര്യം റാഗിംഗ്. സംസ്ഥാന ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സമൂഹ നന്മയ്ക്ക് നിരക്കാത്ത റാഗിംഗ് പോലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇത് തടയാൻ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതിന് ഒപ്പം ബോധവൽക്കരണ പ്രവർത്തനങ്ങളും അടിസ്ഥാനതല ഇടപെടലുകളും നടത്തേണ്ടതായിട്ടുണ്ട്. സ്കൂളുകളിൽ അച്ചടക്ക സമിതികൾ നിലവിലുണ്ട്. അത് സജീവമല്ല. അത് സജീവമാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. സ്കൂൾ കൗൺസിലിംഗ് പദ്ധതിയും സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പും നിലവിലുണ്ട്. എന്നാൽ റാഗിംഗ് പോലുള്ള സംഭവങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കുവാൻ ഇനിയുമായിട്ടില്ല. അതുകൊണ്ട് ഓരോ വിദ്യാഭ്യാസ സ്ഥാപനത്തിലും റാഗിംഗ് വിരുദ്ധ സെല്ലുകൾ കൂടി കൊണ്ടുവരുന്ന കാര്യം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആലോചിച്ചു വരികയാണ്. ഇതിന്റെ ഘടനാപ്രവർത്തനം എന്നത് സംബന്ധിച്ച് പഠിച്ച റിപ്പോർട്ട് നൽകുവാൻ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സമിതിയെ നിയോഗിക്കുന്ന കാര്യവും പരിഗണനയില്ല. സ്കൂൾ തലത്തിൽ മാത്രമല്ല, മുതിർന്ന ക്ലാസുകളിലും കോളേജുകളിലും ഒക്കെ ചെല്ലുമ്പോൾ വിദ്യാർത്ഥികൾ സ്വീകരിക്കേണ്ട സമീപനം ചെറുപ്പത്തിൽ തന്നെ സ്വയശക്തമാക്കാൻ റാഗിംഗ് വിരുദ്ധ സെല്ലിന്റെ പ്രവർത്തനത്തിലൂടെ കഴിയണം. അധ്യാപക വിദ്യാർത്ഥി ബന്ധം ശക്തിപ്പെടുത്തുവാൻ നടപടി സ്വീകരിക്കും. കുട്ടികൾ അവർ അനുഭവിക്കുന്ന വിഷമതകൾ അധ്യാപകരോട് പറയുവാനാകണം. അത് സഹാനുഭൂതിയോടെ കേൾക്കുവാനും അതിനനുസരിച്ച് കൂട്ടായി പ്രവർത്തിക്കാനും അധ്യാപകർക്കും ആകണം. പാഠവസ്തു അച്ചടി വിതരണം. 2025-26 അധ്യയന വർഷം 1 മുതൽ 10ാം ക്ലാസ് വരെയുള്ള 1ാം വലിയ പാഠപുസ്തകങ്ങൾ സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ്, CBSE മലയാളം പാഠപുസ്തകങ്ങൾ സ്കൂളുകളിൽ, കൂടാതെ ലക്ഷദ്വീപ്, മാഹി എന്നീ പ്രദേശങ്ങളിലെ സ്കൂളുകൾ ചേർന്ന് ഇന്റന്റ് ചെയ്തിരിക്കുന്നത് 3,86,00,000 പാഠപുസ്തകങ്ങളാണ്. ചെറിയ വ്യത്യാസം വന്നിരിക്കുന്നത്. 2, 4, 6, 8, 10 എന്നീ ക്ലാസുകളിൽ 2025-26 അധ്യയന വർഷം പരിഷ്കരിച്ച പുസ്തകങ്ങളാണ് വിതരണം ചെയ്യുന്നത്. ഡിസംബർ 2ാം വാരം മുതൽ പാഠപുസ്തകങ്ങളുടെ അച്ചടി ആരംഭിച്ചിട്ടുണ്ട്. നാളെ വരെ 88,82,000 പാഠപുസ്തകങ്ങളുടെ അച്ചടി പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 26,43,000 പാഠപുസ്തകങ്ങൾ സംസ്ഥാനത്തെ വിവിധ ജില്ലാ ഹബ്ബുകളിൽ ഇതിനകം എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. പുതുക്കിയ പാഠപുസ്തകങ്ങൾ അടക്കം ജൂണിൽ ക്ലാസ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി എല്ലാ വിദ്യാർത്ഥികൾക്കും പാഠപുസ്തകം എത്തിച്ചു. കേരളത്തിൽ അനുവാദമില്ലാതെ പ്രവർത്തിക്കുന്ന 183 സ്കൂളുകളെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അവർക്ക് സംസ്ഥാന ഗവൺമെന്റ് NOC വാങ്ങേണ്ടതാണ്. അപ്പം ഒരു ചെറിയ കട ആരംഭിക്കുന്നതിന് പോലും ഗവൺമെന്റിന്റെയും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെയും ലൈസൻസ് വാങ്ങേണ്ടതായിട്ടുണ്ട്. ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവർ തന്നെ സ്വന്തമായി തീരുമാനിച്ച് സ്കൂൾ ആരംഭിക്കുക, അവർ ഫീസ് കണ്ടം ചെയ്യിക്കുക, അവർ തന്നെ പരീക്ഷ നടത്തുക, ടീച്ചർമാരായ യാതൊരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ടീച്ചർമാരെ പോലും നിയമിക്കുക, അവർക്ക് ശമ്പളം യഥാർത്ഥത്തിൽ കൊടുക്കേണ്ട ശമ്പളം കൊടുക്കാതിരിക്കുക, ഈ കാര്യങ്ങളൊക്കെ തന്നെ നടന്നു വരികയാണ്. അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് അംഗീകാരമില്ലാത്ത സ്കൂളുകളെ സംബന്ധിച്ച് ലിസ്റ്റ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പൊ അതിന്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിൽ ഒരു സ്കൂൾ ആരംഭിക്കണമെങ്കിൽ കുറെ മാനദണ്ഡങ്ങളുണ്ട്. ഭൂമിയുടെ കാര്യത്തിൽ, ഗ്രൗണ്ടിന്റെ കാര്യത്തിൽ, ക്ലാസ് റൂമിന്റെ കാര്യത്തിൽ, അധ്യാപകരുടെ കാര്യത്തിൽ ചില മാനദണ്ഡങ്ങളുണ്ട്. അപ്പൊ ആ മാനദണ്ഡങ്ങൾ
പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള വിവരം അവർക്ക് നോട്ടീസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മുഴുവൻ ആൾക്കാർക്കും മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നോട്ടീസ് കൊടുക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ 1ാം ക്ലാസ് പ്രവേശനത്തിന് പ്രവേശന പരീക്ഷ ഏതാനും സ്കൂളുകൾ നടത്തുകയാണ്. 1ാം ക്ലാസ് കുട്ടികൾ 1ാം ക്ലാസ് കുട്ടികളെ തന്നെ ഇന്റർവ്യൂ നടത്തുകയാണ്. രക്ഷാകർത്താവിന്റെ ഇന്റർവ്യൂ നടത്തുകയാണ്. ഇത് ഒരു തരത്തിലുള്ള ബാലപീഡനമായിട്ട് മാത്രമേ കാണുന്നതിന്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ വളരെ ഗൗരവമായി ഗവൺമെന്റ് കാണുകയാണ്. സമൂഹത്തിലെ വിവിധ ഭാഗ ജനങ്ങളെ കൂടെ അണിനിരത്തിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾക്കെതിരെ ഉള്ള നിലപാട് സ്വീകരിക്കാനാണ് ആലോചിച്ചിരിക്കുന്നത്. ഇപ്പോ എന്ന് മാത്രമല്ല, പിന്നെ അടുത്ത വർഷത്തെ ക്ലാസ്സിനുള്ള കുട്ടികളുടെ പ്രവേശനം ഇപ്പൊ തന്നെ ക്ലോസ് ചെയ്യുന്ന പറഞ്ഞില്ല ചില സ്കൂളുകൾ. അതുപോലെ തന്നെ SSLC പരീക്ഷ ആരംഭിച്ചിട്ടില്ല. SSLC പരീക്ഷ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ 12ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ പൂർത്തീകരിച്ച ഒരു മട്ടിലാണ് പല സ്ഥാപനങ്ങളും പറയുന്നത്. അപ്പൊ ഇതൊന്നും ഒരു ജനാധിപത്യ രീതിയിൽ നടക്കുന്ന സംവിധാനങ്ങളല്ല. അപ്പൊ അതാരെ സംബന്ധിച്ചിടത്തോളം ഒരു ടൈം ടേബിളും സർക്കുലറും വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഇറക്കുന്നതാണ്. അഡ്മിഷന്റെ രീതികളെ സംബന്ധിച്ചിടത്തോളം 1ാം ക്ലാസ് അഡ്മിഷൻ നടത്താം. 12ാം ക്ലാസ്സിലെ അഡ്മിഷനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സർക്കുലർ ഇറക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് ലംഘിച്ച ഇപ്പോ തിരുവനന്തപുരത്ത് ഒരു സ്കൂളിൽ നടന്ന സംഭവം എല്ലാവർക്കും അറിയാമല്ലോ. ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. പ്രാഥമിക അന്വേഷണത്തിൽ സ്കൂളിലെ ക്ലർക്ക് കുറ്റക്കാരനെന്ന് കണ്ട് അന്വേഷണ റിപ്പോർട്ട് കിട്ടി ഉടനെ തന്നെ സസ്പെൻഡ് ചെയ്ത് വളരെ വിശദമായി തന്നെ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ഉള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എറണാകുളത്ത് 26ാം നിലയിൽ നിന്നും ഒരു കുട്ടി ചാടി ആത്മഹത്യ ചെയ്തു. ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെന്റ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. മാനേജ്മെന്റ് മറുപടി നൽകിയിട്ടുണ്ട്. ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്മാർ അത് അന്വേഷണ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അക്കാര്യം വളരെ ഗൗരവമായിട്ട് എടുക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള കുറെ സംഭവങ്ങൾ ചില സ്കൂളുകളിൽ നടക്കുകയാണ്. അത് തക്ക സമയത്ത് തന്നെ സ്കൂൾ അധികാരികൾ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നവും ഉണ്ട്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിച്ച ഗവൺമെന്റ് ഇല്ല, എയ്ഡഡ് അൺഎയ്ഡഡ് മാനേജ്മെന്റിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിന് ഗവൺമെന്റ് സ്കൂളിലും ഉണ്ട്. ഗവൺമെന്റ് സ്കൂളുകളിലും അവിടുത്തെ HM പ്രിൻസിപ്പാളും തന്നെ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ലെന്ന് ന്യൂനപക്ഷം ആൾക്കാരെങ്കിലും ഇത് അങ്ങനെ കാണുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇത് ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CBSE സ്കൂളുണ്ട്. CBSE സ്കൂൾ ആയിരുന്നാലും ICSE സിലബസ് ആയിരുന്നാലും വേറെ ഏതെങ്കിലും രാജ്യത്തുള്ള സിലബസ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോ അപ്പൊ ഈ 26ാം തരത്തിൽ ചാടി കുട്ടി പഠിച്ച സ്കൂള് അവൻ വേറൊരു കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ സിലബസാണ്. 16 കുട്ടികളാണ് ക്ലാസ് പഠിക്കുന്നത്. അപ്പോ അവരും നിയമം നോക്കിയപ്പോ നിയമത്തിൽ പറയുന്നത് ഒരു NOC ഗവൺമെന്റ് വാങ്ങിയിട്ടുള്ളതാണ്. അവർ പ്രാഥമികമായിട്ട് നടത്തി DG നേരിട്ട് പോയി നടത്തിയ അന്വേഷണത്തിൽ NOC ഇല്ല. അപ്പൊ വീണ്ടും ഒരു നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ഓറിയന്റേഷൻ ക്ലാസ് കൊടുക്കുകയും അതിനുശേഷം കുട്ടിയെ പരീക്ഷ എഴുതിപ്പിച്ച ശേഷം മറ്റു നടപടികളിലേക്ക് പോകും. കുട്ടിയെ തോൽപ്പിച്ചിട്ടുള്ള 1.5 ലക്ഷം രൂപ ആയിരിക്കില്ല ഈ കാര്യം ചെയ്യുന്നത്. ഇത് ഞാനവിടെ KST യോഗത്തിൽ പറഞ്ഞായിരുന്നു. ഇനിയിപ്പോ അതിന് ഏറ്റവും പ്രധാനമായി ഉള്ള നടപടിക്രമം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ അധ്യാപകരുടെ സ്റ്റാഫിന്റെ ഒരു പുനരേകീകരണം വരുമല്ലോ. അതിന് സ്പെഷ്യൽ റൂൾ വേണം. സ്പെഷ്യൽ റൂൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു. ആ സ്പെഷ്യൽ റൂള് PSC കാണണം,
നിയമസഭ സബ്ജക്ട് കമ്മിറ്റി കാണണം, വിദ്യാഭ്യാസ സബ്ജക്ട് കമ്മിറ്റി കാണണം. അതിനുള്ള ഒരു 8-10 പ്രോസസ് കഴിഞ്ഞ് മാത്രമേ സ്പെഷ്യൽ റൂള് അംഗീകരിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് റീഷെഡ്യൂൾ ചെയ്യുന്നതിന് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ തദ്ദേശ സ്ഥാപനം ഒഴിവുള്ള പലത് ലേബർ ഡിപ്പാർട്ട്മെന്റിൽ, അപ്പൊ അത് കുറച്ച് ദിവസം മുറയിൽ കിടന്നു. അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ നമ്മൾ 100-150 കോടി രൂപ വീതം 2 പോർട്ടുകളിൽ നിന്ന് കടമെടുത്ത് കൊടുത്തു. എന്നിട്ടും അവർക്ക് ഇത് നോർമൽ ആയിട്ടില്ല. നോർമൽ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം മെമ്പർഷിപ്പ് വിതരണത്തിൽ കുറെ അപാകതകളുണ്ട്. മെമ്പർഷിപ്പ് ഈ നിർമ്മാണ തൊഴിലാളി അല്ലാത്തവർക്ക് മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ട്. അത് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. ആരും പറഞ്ഞില്ല, പറഞ്ഞെങ്കിൽ പരിശോധിക്കും. എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. സമഗ്ര ശിക്ഷാ അഭിയാനുള്ള കേന്ദ്ര വിഹിതം വൈകുകയാണല്ലോ. 500 കോടിയിലധികം കേന്ദ്രം നൽകാറുണ്ട്. 1500 ഉണ്ട്. അതിപ്പോ ഈ വിദ്യാർത്ഥികളെ കാര്യമായി ബാധിക്കുന്നുണ്ട്. ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം മുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തണം. അപ്പൊ അതിൽ എന്താണ് ചെയ്യാൻ? 1500 കോടി രൂപയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. രേഖാപുരം കേന്ദ്ര ഗവൺമെന്റ് ഒരു അറിയിപ്പ് തന്നിട്ടില്ല. ബംഗാള് ഒപ്പിട്ടിട്ടില്ല, തമിഴ്നാട് ഒപ്പിട്ടിട്ടില്ല, കേരളം ഒപ്പിട്ടിട്ടില്ല. ഈ 3 സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രിമാർ ഒരുമിച്ച് ഇരിക്കണമെന്നുള്ളതിൽ ഒരു ആലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് അതൊരു രാഷ്ട്രീയപരമായിട്ടാണ് ഈ കാര്യത്തെ കാണുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഞങ്ങൾ തരണ്ടാന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോ നമുക്ക് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ അംഗീകരിക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തിയ ശേഷം കാശ് വാങ്ങണമെന്നുള്ള നിലപാടാണ്. ശശി തരൂർ ഒരുപാട് അനുഭവമാണ് ഉള്ള ആളാണല്ലോ. ഭരണരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ അനുഭവമാണ് ഉണ്ടല്ലോ. രാഷ്ട്രീയ രംഗത്തെക്കാൾ കൂടുതൽ അനുഭവമാണ് ഉള്ളത് ഭരണരംഗത്താണ്. ലോകം കണ്ടിട്ടുള്ള ഒരു മനുഷ്യനാണ്. ലോകം കണ്ടിട്ടുള്ള ഒരു മനുഷ്യൻ പറയുന്ന കാര്യം നമുക്ക് വിശ്വസിച്ചാലേ പറ്റുള്ളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. വ്യവസായ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം, ഗവൺമെന്റ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ പറഞ്ഞല്ലോ, ഞാൻ സത്യം മനസ്സിലാക്കിയാൽ ഞാൻ അത് വിളിച്ചു പറയും, അത് ഞാൻ ഉറച്ചു നീക്കുമെന്ന് പറയുകയാണല്ലോ. തീർച്ചയായിട്ടും ഇനിയും കോൺഗ്രസ് തന്നെയുള്ള നിരവധി ആൾക്കാർ ഇതേപോലെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, ഇതിപ്പോ ഇനിയിപ്പോ സമയമില്ല. ഇപ്പോഴൊരു ക്യാമ്പയിൻ നടത്തിയാൽ മാത്രമേ 2 വർഷം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ക്യാമ്പയിൻ തുടങ്ങിയാണ്.